പക്ഷേ സാറിൻ്റെ ഒരു എഴുത്തിലേക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ചേർത്തൊരു എഴുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു സിനിമയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സാറ് എന്തെങ്കിലും എഴുതുന്നുണ്ടോ, കുറിക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ റിട്ടയർമെൻറ്റിന് ശേഷം ജേക്കബ് മുന്നൂസ് സാറ് ഞങ്ങളുടെ ഒരു DGP ആയിരുന്നു. ജേക്കബ് മുന്നൂസ് സാർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഐ ഓൾവേസ് കോട്ടിങ്. ഈ നമ്മൾ സർവീസ് ചെയ്ത ശേഷം പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം പിന്നെ ഈ എഴുത്ത് പരിപാടിക്ക് വേണ്ടി പോയാൽ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. 34, 36, 37 വർഷം സർവീസ് ചെയ്തിട്ട് പിന്നെയും സർവീസ് ചെയ്ത സമയം ആളുകൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ആളുകൾ അന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ റിട്ടയർമെന്റ് ശേഷം ആ പാവങ്ങളെ നമ്മൾ വീണ്ടും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്ര സമയം ആരൊക്കെ കയ്യിൽ ഇത്ര സമയമൊന്നുമില്ല. നോബഡി വിൽ റീഡ് ഇറ്റ്. പിന്നെ അവർ എഴുതുമ്പോൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു ഗവൺമെൻറ്റിൽ ഇതൊരു കോൺട്രാക്ട് പോലെയാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആ സമയത്തിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റി, ചിലപ്പോൾ ചില കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം റിട്ടയർമെൻറ്റ് ശേഷം നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി പോയാൽ അത് ഒരു തട്ടിപ്പോലുള്ള ഒരു വഞ്ചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ചങ്കുട്ടമുണ്ടെങ്കിൽ അന്ന് തന്നെ അത് കാണിക്കാമായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് 30 വർഷം മുമ്പ് അയ്യോ ഞാൻ അത് ചെയ്തിട്ടില്ല, അതിന് കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാർ ലൈറ്റായിട്ട് ഒരു കാര്യം ചോദിച്ചാൽ, സാർ പാട്ട്, ഇപ്പോൾ മലയാളം പാട്ടുകളെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ പരിപാടികൾ ഞാൻ ഒരുപാട് ചെയ്യാറുള്ള ഒരാളാണ്. അപ്പോൾ മലയാളം പാട്ടുകളിൽ സാർ ഇവിടെ വന്നതിന് ശേഷമായിരിക്കുമല്ലോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഏത് കാലഘട്ടത്തിലെ പാട്ടുകളാണ് സാർ കൂടുതൽ ചൂസ് ചെയ്യുകയും പാടുകയൊക്കെ ചെയ്യുന്നത്? 60s and 70s അതേ ഉള്ളൂ. 60s 70s മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഹിന്ദിയിലും നോക്കിയാൽ അതിനുശേഷം പിന്നെ 75 ആണ് ഞാൻ കട്ട് ഓഫ് ഇയർ. അതിനുശേഷം ഇല്ല. 75 ശേഷം ഒന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ആ 75 ശേഷം ഇത് ഈ നമ്മുടെ M. രാജ, യേശുദാസ്, KS ചിത്ര മാഡം, പിന്നെ S. ജാനകി, P. ലീല, ജയചന്ദ്രൻ സാർ ഒറ്റ പാട്ട് പറയും. അത് 75, 76 ശേഷം ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ആ 50s, 60s and 75. കേരളത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ അമിതാഭ് ബച്ചൻ വന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ വരുമ്പോൾ അമിതാഭ് ബച്ചൻ വന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമകളെ പുള്ളിക്കാർ കൊണ്ടുവന്നു. ജഞ്ചീർ കൊണ്ടാണ് തുടങ്ങിയത്, പിന്നെ ദിവാർ, പിന്നെ ഷോലെ. അതായത് ആ ഹീറോയുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഹീറോ തിരിച്ചടിക്കുകയാണ്. അത് സർക്കാരായാലും രാഷ്ട്രീയക്കാരായാലും അത് ഒരു പരമ്പര തുടങ്ങിയത് 72, 73, 74 മുതലാണ്. ഈ ഹീറോ എപ്പോഴും ഒരു ക്രോധത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ ഈ ലവ് പാട്ടുകളൊക്കെ എങ്ങനെ അത് വരിക എന്ന് പറഞ്ഞിട്ട് അത് ആ ജയന മൊത്തം അവസാനിച്ചു. ഈ നല്ല പാട്ടിലുള്ള അതിനകത്ത് ഹീറോവും ഹീറോയിനും വളരെ ഒരു ശാന്തതയിൽ ഏതോ ഒരു പാർക്കിലോ ഒക്കെ അവർ പാടുന്നത് പറഞ്ഞിട്ട് അത് അടിസ്ഥാനമില്ലാതെ ആയിപ്പോയി. കാരണം ഇറ്റ് വാസ് സിനിമകൾ കൂടുതൽ വയലൻ്റ് ആയിപ്പോയി. ആ സമയത്തിലാണ് ഇന്ത്യ രാജ്യത്തിൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയത്. സോ വെൻ അമിതാഭ് ബച്ചൻ ഏതോ ഒരു രാഷ്ട്രീയക്കാരനെ അടിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഏതോ ഒരു സമൂഹത്തിൽ ഒരു മോശമായ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ എവരായിട്ട് അടിക്കുമ്പോൾ നാട്ടുകാർ വിചാരിക്കുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പക്ഷെ നമുക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മളും ഇതുപോലെ ചെയ്യാമായിരുന്നു. അപ്പോൾ അവർ കയ്യടിയൊക്കെ കാണുന്നു. ആ സിനിമകൾ മാത്രമേ ഹിറ്റായുള്ളൂ. അതിനിടയ്ക്ക് സിനിമകളൊക്കെ വന്നു വേറെ രീതിയിൽ. പക്ഷെ അത് ആളുകൾക്ക് ആ മൂടെല്ലാം പോയി. പണ്ട് ഈ ദിലീപ് കുമാർ, രാജ് കപൂർ, ദേവാനന്ദ് അവരുടെ പാട്ടുകൾ മാത്രം കേട്ടിട്ട് അവരുടെ പാട്ടുകൾ കേൾക്കാനും മാത്രം ആളുകൾ സിനിമയിൽ പോവുകയായിരുന്നു. ഇപ്പോൾ ആ ജനറെല്ലാം മാറി, അതിന് കഥയെല്ലാം മാറി, സ്ക്രിപ്റ്റ് എല്ലാം മാറി. അതിനകത്ത് മെലോഡിയസ് മ്യൂസിക്കിൻ്റെ സ്ഥാനമുണ്ടായിരുന്നില്ല പറഞ്ഞിട്ട് ഇന്ത്യൻ മ്യൂസിക് 75 ശേഷം തീരുന്നു എന്നാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. സാറിൻ്റെ അഭിപ്രായത്തെ മാനിക്കുന്നു. എൻ്റെ അഭിപ്രായം എല്ലാ ബുക്കുകളും വായിച്ചു. ഇതിൻ്റെ ഒരു നിയർലി 300 ബുക്സ് ആർ റിട്ടൺ ഓൺ ഇന്ത്യൻ മ്യൂസിക് ഓർ ഇന്ത്യൻ ഈ ബയോഗ്രാഫി ഒക്കെ എല്ലാം ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്.
നിങ്ങൾ അഭിപ്രായമില്ലെങ്കിൽ നിങ്ങൾ ഏതോ ഒരു നല്ല പാട്ട് 75 ശേഷം ഒന്ന് പറയും. ഇല്ലേ? അല്ല, ഒന്ന് പറ. ഞാനൊക്കെ 90s കാലഘട്ടത്തിലോ ലാലേട്ടൻ സിനിമകളുടെ ഫാൻ ആവുമ്പോൾ മലയാളം സിനിമ മലയാളം പറയുന്നത് മനസ്സിലായി. ഹിന്ദി ഫിലിം. മലയാളത്തിലെ എനിക്ക് തോന്നുന്നു സലിൽ ചൗധരി കെയിം ഇൻ 80s. ഈ ഗാനം മറക്കുമോ? പിന്നെ നമ്മുടെ ചമീൻ, അദ്ദേഹം ഇവിടെ വന്നത് 27 സിനിമയിലാണ് മ്യൂസിക് കൊടുത്തത്. ദാറ്റ് ഓൾ ഹി ഡിഡ് ഐ തിങ്ക് ഇൻ ലേറ്റ് 70s ആൻഡ് early 80s. ഇവിടെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഇവിടെ ഇനിയും മോസ്റ്റ് ഓഫ് ദ സോങ്സ് ആർ ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ മ്യൂസിക്. ഇവിടെ ഇനിയും നോട്ട് ഓൺലി അറ്റ് ദാറ്റ് ടൈം, ഈ ഇനിയും കുറേ ന്യൂ ജനറേഷൻ പാട്ടുകൾ വന്നാണെങ്കിലും ബേസിക്കലി ഈ മലയാളം ഫിലിം സോങ്സ് ഹാവ് ബീൻ ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ മ്യൂസിക്. അത് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഓൺലി ഇൻ ദി ഹിന്ദി ഫിലിം പോലും. അത് പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അത് നല്ല പാട്ടുകളും യേശുദാസ് സാറൊക്കെ അതിന് 80s സിനിമ ആണെങ്കിൽ പ്രേം നസീറിൻ്റെ സിനിമകൾ, പ്രേം നസീർ 70s തുടങ്ങുകയാണെങ്കിലും 80s വരെ ഉണ്ടായിരുന്നല്ലോ. ഈ കാര്യം നിസ്സാരമോ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോഴല്ലേ വന്നത്, 85 86 അല്ലേ വന്നത്. ഇവിടെ വരുന്നത് 86 ഞങ്ങളവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ സിനിമ ഓടുന്നത് ഈ മാലയോഗം, പാഞ്ചാഗ്നി, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വടക്കൻ വീരകഥ വന്നു. അന്ന് ഈ നമ്മുടെ കണ്ട ഈ എല്ലാ സിനിമകളും 85 വന്ന ശേഷം ഉള്ള സിനിമകൾ, അന്ന് മുകേഷിന് കുറേ പടങ്ങളുണ്ടായിരുന്നു. മുകേഷ്, ജഗദീഷ്, മോഹൻലാൽ, മമ്മൂട്ടി, അവരുടെ സുരേഷ് ഗോപി അന്ന് വന്നേ ഉള്ളൂ. ഈ പോലീസ് സിനിമകളിൽ സുരേഷ് ഗോപിയായിട്ട് നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒരു 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 ക്യാരക്ടറിനെയാണ് മീഡിയ സാറിനെ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു സുരേഷ് ഗോപി പടം കാണും പോലെയാണ് ഋഷിരാജ് സിംഗ്. ഒരിക്കലും ശരിയല്ല. സുരേഷ് ഗോപി ഞാൻ പറഞ്ഞിട്ടുണ്ട്, വി ആർ ഇൻ ഗുഡ് റിലേഷൻ. അദ്ദേഹം ശ്വാസം എടുക്കാത്ത ആ നീണ്ടമായ പ്രസംഗം എനിക്ക് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ പറയുകയാണ് നാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് തീർക്കണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ടേക്സ് 3 to 4 minutes. കമ്മീഷണറൊക്കെ ശരിക്കും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ സാർ? പിന്നെ കമ്മീഷണർ പിന്നെ DCP ആയ സമയത്തിൽ വന്നതാണ്. ഏകലവ്യൻ സിനിമ, ഏകലവ്യനും അന്ന് ഞങ്ങൾ കണ്ടതാണ് വന്നത്. ഏകലവ്യനും ഇതെല്ലാം ഒരുമിച്ച് വന്ന സിനിമകളാണ്. ഏകലവ്യൻ, കമ്മീഷണർ, മാഫിയ, ഇതെല്ലാം. ഈ CBIയിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. CBIയിലെ ഒരു അനുഭവം, എന്തൊക്കെ തരത്തിലുള്ള ജോലികളാണ് അവിടെ ചെയ്തിരുന്നത്? അത് ആൻറ്റി കറപ്ഷനിലായിരുന്നു. 5 വർഷം ആൻറ്റി കറപ്ഷൻ എന്ന് വെച്ചാൽ ബോംബെയിലായതുകൊണ്ട് അവിടെ കറപ്ഷൻ്റെ ഒരു അവസാനവും ഇല്ല. ഓഫീസേഴ്സ് ആയാലും നാട്ടുകാരായാലും ലെവൽ ഓഫ് കറപ്ഷൻ ഈസ് വെരി വെരി ഹൈ. അപ്പോൾ അവിടെ പിന്നെ അവസാനത്തെ അങ്ങനെ വേണമെങ്കിൽ എത്രയോ കേസ് ദിവസേന പിടിക്കാമോ. അവസാനത്തെ ഡയറക്ടർ പറഞ്ഞു 100 കോടിക്ക് താഴെ കേസ് എടുക്കാൻ നമുക്ക് സമയമില്ല. ആ ലെവലാണ് കറപ്ഷൻ്റെ അന്ന് 2008-2009. പ്ലീസ് സീ ദാറ്റ് കേസ് ഷുഡ് ബി മോർ ദാൻ 100 crores. ഒന്ന് ആലോചിച്ചു നോക്കും. പിന്നെ ആ രീതിയിലൊക്കെ അങ്ങനെ ഒന്നും എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ആളില്ല, അത് ആകെ കുറച്ച് ആളേ ഉള്ളൂ. CBIയുടെ സ്ട്രെങ്ത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? മൊത്തം ഇന്ത്യ രാജ്യത്തിൽ CBIയുടെ സ്റ്റാമ്പ് മേ ബി നോട്ട് മോർ ദൻ 2000-3000 അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് കേസല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എടുക്കുന്ന കേസ് വലിയ രീതിയിൽ അതിനകത്ത് കൺവിക്ഷൻ റേറ്റ് ഈസ് മോർ ദാൻ 80%. കാരണം ഒരാളിന് 1-2 കേസ് ഒരു വർഷത്തിൽ ചെയ്യാനേ കഴിയുള്ളൂ. 2 കേസിനേക്കാൾ കൂടുതൽ കേസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് കൊടുക്കാൻ പാടില്ല. 2 കേസ് മാത്രം ഉണ്ടെങ്കിൽ നല്ല അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു SSഒക്കെ ഒരു വർഷത്തിൽ ഒരു 300-400 കേസ് ഇയാൾ തന്നെ ഒറ്റയ്ക്ക് ഇയാൾ അന്വേഷിക്കണം. അതുകൊണ്ടാണ് ചിലപ്പോൾ കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞു പോകുന്നു. ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ, മനുഷ്യരല്ലേ. അത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ ഏതെങ്കിലും ബുദ്ധിവൈഭവം കൂടിയ ഉദ്യോഗസ്ഥരെന്നുള്ളത് കൊണ്ടല്ലല്ലോ ഈ പറയുന്ന കൺവെൻഷൻ റേറ്റ് വരുന്നത്. ഇല്ല, അതൊന്നുമില്ല. അവർ ചെയ്യാൻ ബേസിക്കലി ഇത് ബേസിക് ഇൻവെസ്റ്റിഗേഷൻ കേരളമായാലും CBI ആയാലും എവിടെ ആയാലും ചെയ്യുന്നത് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഒക്കെയാണ്. അവരെന്തു ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫയൽ നമ്മുടെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. അത് അത് ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കാനുള്ള ജോലി നമുക്ക് ഉള്ളൂ. ഈ നമ്മൾ സിനിമയിൽ CBI കാണുന്നത് പോലെ ഭയങ്കര ഇൻ്റലിജൻസ് ഉള്ള
ഭയങ്കരമായ ഇന്റലിജൻസിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉം. ഒരു UPSC പരീക്ഷ പാസ്സായവരാണ് അവരെല്ലാം. CBIന്റെ ഓൾ സെലക്ഷൻസ് ആർ ത്രൂ UPSC. UPSC. പരീക്ഷ പാസ്സാക്കിയാൽ എത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഉം. അങ്ങനെ ഒരു അവിദഗ്ധമായ ആളുകൾ അവിടെ ഒന്നും ഉണ്ടാകുന്നത് അത് അടിസ്ഥാനമില്ലാത്തതാണ്. ഉം. ആർക്കും പാസ്സായി ജോലി ചെയ്യും. ഉം. സാധാരണ ഒരു ജോലി തന്നെയാണതും. അത് ജോലി തന്നെയാണ്. ആ ശരി, ഒരു പാട്ടുകൂടെ പാടി നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഏതെങ്കിലും ഒരു മലയാളം പാട്ട്. 4 ലൈൻ. ആ. ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ, ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ, മൈവർണ്ണ പെട്ടി തുറന്ന് കൊടുത്തത് യൗവനമോ ഋതുദേവതയോ, യൗവനമോ ഋതുദേവതയോ, ചന്ദനലേപ്പു സുഗന്ധം ചൂടിയതാരോ കാട്ടോ കാമിനിയോ. ഇത് കേട്ട് പഠിച്ചതാണോ അതെ ലിറിക്സ് നോക്കി പഠിച്ചതാണോ? അല്ല, അന്ന് എഴുതി വെച്ചിട്ട്. എഴുതി വെച്ച് ഇംഗ്ലീഷിൽ എഴുതി വെക്കോ ഹിന്ദിയിലും മലയാളത്തിൽ എഴുതി വെക്കോ? മലയാളത്തിലും എഴുതും, ചില ഒരു വളരെ കട്ടിയായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹിന്ദിയിലും എഴുതും. അതൊരു ഉദാഹരണം പറയാം. നമ്മുടെ ONV സാർ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആരെയും ഭാവഗായകനായി നമ്മൾ ശീർഷരായി നിൽക്കുന്നിൽ മുൻപിൽ പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു 2, 3, 4 വർഷമായി. ഒരു ദിവസം ഞാൻ പോയി, ഞാൻ ഒരു ദിവസം ഞങ്ങൾ പാവങ്ങളോട് സാറേ എന്ത് ദ്രോഹമാണ് സാർ കാണിച്ചത്. അത് ചിരിച്ചു. എന്താ വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞാൻ ഒരു ദിവസം സാറ് ഞാനിത് ആരോട് ജോയാണ് എൻ്റെ ടീച്ചർ. ജോയ് പറഞ്ഞത് ഒരു കീബോർഡ് ജോയ്. ഞാൻ ഇതിൻ്റെ അർത്ഥം എന്താണോ? ഞാൻ സാർ ഒന്നുമില്ല, ഒരു സ്ത്രീ ഇങ്ങനെ തോളത്ത് നിൽക്കുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സാർ ആ ജോയ് പറയുന്നു ഒരു തോളത്ത് നിൽക്കുന്ന അത് മാത്രം എഴുതിയാൽ മതിയായിരുന്നല്ലോ സാർ. എനിക്ക് 4 വർഷമായി ഇങ്ങനെ പാടാൻ പറ്റില്ല സാർ. ഇല്ല ഇത് അദ്ദേഹം തിരിച്ചു വന്നു, വേറെ ഒന്നുമില്ല. നമ്മൾ നമ്പർ ശീർഷരായി മുൻകൂന്നിൽ മുമ്പിൽ അദ്ദേഹത്തെ ഒരു അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങളൊക്കെ മലയാളിയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. വലിയ രഹസ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കുസലത്തുണ്ടെങ്കിൽ ഹിന്ദിയിലും എഴുതാം. അങ്ങനെയാണ് ചെയ്യുന്നത് സാർ. അതേപോലെ തന്നെ ഈ കുട്ടികളുമായിട്ട് ഒരുപാട് ഇൻട്രാക്ഷൻ അവസരം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള കുട്ടിത്തം ശരിക്കും ഉയരുന്നില്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുട്ടികൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും സാറിനെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ മീശയൊക്കെ അവർക്ക് ഒരു എപ്പോഴും ഒരു കൗതുകമാണ്. എൻ്റെ പേര് കുട്ടികളുണ്ട്, അവർക്ക് മീശ ഒരു പേര്, മീശ ഒരു ചർച്ചാ വിഷയമാണ്. കുട്ടികൾ പിടിച്ചു നോക്കുമോ വന്നിട്ട് കൗതുകത്തോടെ? അവർക്ക് ഇല്ലാത്ത സാധനത്തിനാണ് അവർക്ക് ഈ കൗതുകം കൂടുന്നത്. കണ്ണാടിനോട് കുട്ടികളത് വലിയ കാര്യമാണ്. കണ്ണാടി, മീശ, പേന, ബിക്കോസ് ദീസ് ആർ ദ തിങ്സ് വിച്ച് ദേ ഡോണ്ട് യൂസ്. ഈ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കുറെ കൂടെ നമുക്ക് എങ്ങാവാൻ പറ്റുന്നില്ലേ? ഒരു ചൈൽഡിഷ്നെസ് ഒക്കെ നമുക്ക് കൂടില്ലേ? ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പുതിയ ഒരു മാനേജ്മെന്റ് തിയറികൾ ഇപ്പോൾ അലങ്കരിക്കുന്നു. പറയുന്നത് ഓൾവേസ് റിമെയിൻ വിത്ത് ദ പീപ്പിൾ ഹു ആർ ഓഫ് വെരി യങ് ടു യുവർ ഏജ്. നമ്മൾ അതും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ അവർക്ക് ഭാവങ്ങൾ, അവർക്ക് സംസാരിക്കാനുള്ള രീതികൾ, അവർക്ക് സെൻറ്റിമെൻറ്റ്സും ഇമോഷൻസും ഒക്കെ ദേ ആർ ഡിഫറെൻറ്റ്. നമ്മൾ ആ രീതി നമ്മളത് അത് അനുഭവിച്ചിട്ട് വന്നവരാണ്. അവർക്ക് കൂടെ ഉണ്ടായാൽ യു വിൽ ഫീൽ ഓഫ് ദാറ്റ് ഏജ് ഓൺലി. അതാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ എങ്ങായിട്ട് തന്നെ ഇരിക്കാൻ കഴിയട്ടെ, പാട്ടുമൊക്കെ തുടരട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.